വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുസ്ലിം നിയമനം ഉൾപ്പെടെ വിഷയത്തിലാണ് നിലപാട് അറിയിച്ചത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നാണ് സർക്കാർ അറിയിച്ചത്. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന് ചോദിച്ച ഹൈക്കോടതി ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ അധികാരമാണെന്നും ചൂണ്ടിക്കാട്ടി. പിഴവുകൾ പരിഹരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടന നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയും മാനദണ്ഡം പാലിച്ചും വഖഫ് ബോർഡ് പുനഃസംഘടന നടത്താമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയിലെ കേസിന്റെ വിധി പരിഗണിച്ച് മുസ്ലിം അംഗത്വം തീരുമാനിക്കും. ഷിയ, ബോറ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പരിശോധിക്കാൻ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകിയതായും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമപ്രകാരം 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ തൽക്കാലം ആ പദവികൾ ഒഴിച്ചിടാനായിരുന്നു നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്.